കഴിഞ്ഞ വർഷം 22,000-ന് മുകളിൽ വാഹനങ്ങളാണ് മോഡിഫൈ ചെയ്തു പറഞ്ഞാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചത്. നിങ്ങൾ ഈ സുരക്ഷയ്ക്കും ആൾക്കാരുടെ നന്മക്കും ജീവനും ആപത്താണ് പറഞ്ഞാണ്ട് ഇങ്ങനെയുള്ള മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ പിടിക്കണതിന് പകരം ഇതിലാറ് വലിയൊരു സീരിയസ് കേസ് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. സ്വന്തം അച്ഛനെ അമ്മേനെ പോലും പൈസ വെച്ച് വിൽക്കാൻ മടിയില്ലാത്ത ആൾക്കാർ. ഇവരൊക്കെ കുറെ ആപ്പും കൊണ്ട് ഇറങ്ങിക്കണേ. ഇത്ര ഉപ്പ വെച്ച് കഴിഞ്ഞാൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാം, എത്ര ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് എത്ര ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാണ് കുറെ ആൾക്കാർ. ഇവരൊന്നും എന്താ പിടിക്കാത്ത? എത്ര പേര് ഇത് കാരണം മരണപ്പെടുന്നുണ്ട് എന്നറിയോ ഗവൺമെന്റിന്? ഈ പോലീസുകാർക്കും ഇവർക്കൊന്നും എന്താ ഇത് നോക്കാൻ നേരല്ലേ? ഈ മോഡിഫൈ ചെയ്ത വാഹനങ്ങളെ പിന്നാലെ പോണതിന്റെ പേര് ഇതേപോലുള്ള സീരിയസ് കേസിന്റെ പിന്നാലെ നടക്കി. പോലീസും ഗവൺമെന്റും ഇത് കണ്ണടച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതൊരു ലൈസൻസ് ആവും. ഇതിലാറെ വലിയ കളികൾ പോലും കളിക്കും. കുറെ മരണങ്ങൾ ഇനി ഗവൺമെന്റ് കാണേണ്ടി വരും. ആ നേരത്തെ ഇതിനെതിരെ ആക്ഷൻ എടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യണം. അല്ലാതെ ഈ മോഡിഫൈ ചെയ്ത വാഹനത്തിന്റെയും ഇതിന്റെ ഒക്കെ പിന്നാലങ്ങൾ നടന്നോളി.